പടക്കളം ഫ്രൈഡേ ഫിലിംസ് ഹൗസ് അവതരിപ്പിക്കുന്ന പുതിയ സിനിമ എപ്പോഴും പുതിയ കലാകാരന്മാർക്ക് അവസരം കൊടുക്കുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ഫ്രൈഡേ ഫിലിം ഹൗസ്. ചിരിക്കാൻ മലയാള സിനിമയിൽ ഇപ്പോൾ ഏറ്റവും അധികം കുറവുള്ള ഒരു ജനറാണ് കോമഡി പടങ്ങൾ എന്നുള്ളത്. ആ രീതിയിൽ നമ്മളെ ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് പടക്കളം എന്ന് പറയുന്നത്. സുരാജ് വെഞ്ഞാറമ്മൂട്, ഷറഫുദ്ദീൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. പിന്നെ 4 പയ്യന്മാരുണ്ട്. ത്രൂ ഔട്ട് കോമഡിയാണ്. ഒരു ഫാന്റസി ലെവലിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഫാന്റസി ആയിട്ടാണ് സിനിമയുടെ കഥ മുമ്പോട്ട് പോകുന്നത്. ബോഡി സ്വാപ്പിംഗ് ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. മാർവലിൻ്റെ ഇതൊക്കെ കാണുന്നവർക്ക് കുറച്ചുകൂടെ കണക്റ്റ് ആവുന്ന രീതിയിൽ അവർക്ക് എടുത്തിട്ടുണ്ട്. ന്യൂ ജനറേഷനെ ആ സിനിമ നല്ല രീതിയിൽ കണക്റ്റ് ആക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പഴയ ആൾക്കാർക്ക് അല്ലെങ്കിൽ 90s കിഡ്സിനും ഈ സിനിമയിൽ ആ സംഭവം ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ പോലും അതിൽ അവരുടെ ആസ്വാദനത്തെ അതൊന്നും ബാധിക്കത്തില്ല. കുറെ സമയത്തൊക്കെ ചിരിച്ച് തറയെ വീഴുന്ന കുറെ കോമഡികളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞതല്ല. ചില കോമഡിയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് അങ്ങേറ്റത്തെ പൊട്ടിച്ചിരി ഉണ്ടാവും. അത് സിറ്റുവേഷണൽ കോമഡിയാണ്. പിന്നെ ചില സീനിയർ താരങ്ങൾ ചെയ്താൽ ചളിയാകേണ്ടുന്ന കുറെ രംഗങ്ങളുണ്ട്. പക്ഷെ അത് ഈ പയ്യന്മാരാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം അത് ആസ്വദിക്കാൻ പറ്റും. അവരുടെ ആ പ്രായത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ത്രൂ ഔട്ട് നമുക്ക് ചിരിച്ച് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് കൂട്ടുകാരായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. എൻ്റെ പുറകിൽ കുറച്ച് പയ്യന്മാരുണ്ടായിരുന്നു. അവര് ചിരിച്ച് മറിയുകയായിരുന്നു. സിനിമയുടെ പല രംഗങ്ങളും കോമഡികളൊക്കെ അവർ വളരെയധികം എൻജോയ് ചെയ്താണ് കണ്ടത്. നമ്മൾ ലോജിക്കൊന്നും ആലോചിക്കരുത്. ഈ സിനിമയുടെ അങ്ങനെയുള്ളൊരു കഥയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ആ കഥയിൽ നമുക്ക് എൻജോയ് ചെയ്യാം. സിനിമ എന്ന് പറയുന്നത് ബേസിക്കലി എന്റർടൈൻമെന്റ് ആണ്. ആ രീതിയിൽ നമുക്ക് എന്റർടൈൻ ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിച്ച് ചിരിച്ചുല്ലസിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക. തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങളെ രസിക്കുക, സന്തോഷിക്കുക, നിങ്ങളുടെ ആസ്വാദനം എൻജോയ് ചെയ്യുക. നമ്മുടെ കുറച്ച് നേരത്തെ ടെൻഷൻ എല്ലാം മാറ്റി വെച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും വരുന്നത് വരെ ബൈ ബൈ.